Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമതായി, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ പലപ്പോഴും സംസാരിക്കാനുള്ള സമയം കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് പലപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന സമയം മറ്റൊരാളുടെ സമയത്തിന് അനുയോജ്യമായി കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ടൈമാണോ കിട്ടുന്നത് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് ആ ഒരു ഫ്രീ ടൈം കിട്ടുന്നത് അത് മാക്സിമം ക്രിയേറ്റീവായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനോ അതല്ലെങ്കിൽ വളരെ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് പകരം നെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടമുള്ള കാര്യങ്ങൾ, പരസ്പരം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പരസ്പരം എൻ്റർടൈൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അത് റെഗുലർലി നിങ്ങൾക്ക് ആ ഒരു ടൈം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഒരു ദിവസം സംസാരിച്ചു, പിന്നീട് 2-3 ദിവസം ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് പിന്നീട് ഒരു ദിവസം സംസാരിക്കുന്നത്. അതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് റെഗുലറായിട്ട് നിങ്ങൾക്ക് എത്ര ടൈമാണോ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് അത് വളരെ ക്രിയേറ്റീവായി സംസാരിക്കുക എന്നുള്ളത്. ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. റെഗുലർലി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമതായി, റെഗുലർലി നിങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് പരസ്പരമുള്ള ഷെഡ്യൂള്, രണ്ടുപേരുടെയും ഓരോ ഡെയിലി സ്കെഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അത് പരസ്പരം അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ ഒരു ദിവസം കഴിയുന്ന സമയത്ത് ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളത് പരസ്പരം ഷെയർ ചെയ്യാനുള്ള ടൈം കണ്ടെത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എവിടെയായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, എങ്ങോട്ട് പോയിട്ടുണ്ടായിരിക്കും, ആ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം ഒരു ധാരണയുണ്ടെങ്കിൽ പലപ്പോഴും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായി പോകുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള ഒരു സ്കെഡ്യൂൾ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കണം. മൂന്നാമതായി, നമുക്കറിയാം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത്, കാണണം എന്ന് പറയുന്ന സമയത്ത് ഒരു പക്ഷെ ആ ഒരു റിയലി ഫിസിക്കൽ കണക്ഷൻ നമുക്ക് കൊടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. ചിലപ്പോൾ വരാൻ സാധിക്കാത്ത ഒരു സന്ദർഭം അല്ലെങ്കിൽ അത്രത്തോളം ദൂരമുള്ള കാര്യമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോ കോൾ ചെയ്യുക അല്ലെങ്കിൽ പല ആപ്പിലൂടെ നമുക്ക് ആ ഒരു ഫിസിക്കൽ കണക്ഷൻ ഫീൽ ചെയ്യിപ്പിക്കാൻ സാധിക്കും. സോ വീഡിയോ കോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ. പലപ്പോഴും ഇമോഷണലി കണക്റ്റഡ് ആക്കുന്നതിന് ഫിസിക്കലി നമ്മൾ നേരിട്ട് കാണുന്ന സമയത്തായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ ഒരു റിയൽ ലൈഫിൽ അങ്ങനെ പെട്ടെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അവരെ പോയി മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ കോൾ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഏതൊരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലും നമ്മളുടെ എലോൺ ടൈം നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മളുടേതായിട്ടുള്ള ഒരു ടൈമിലേക്ക് നമ്മൾ മടങ്ങി വരുന്ന സമയത്താണ് നമുക്കതിൽ നിന്നൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മുടെ പ്രസൻസിൻ്റെ ആ ഒരു വാല്യൂ നമ്മൾ തിരിച്ചറിയുന്നത് ഒക്കെ ആ ഒരു നമ്മുടെ എലോൺ ടൈം നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്താണ്. സോ പലപ്പോഴും അത് 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾക്ക് എത്ര ടൈം കിട്ടുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ എലോൺ ടൈം നിങ്ങൾ എൻജോയ് ചെയ്യാൻ പഠിക്കണം. അത് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ആ റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടി ഭംഗിയായി കൊണ്ടുപോകാൻ ഈ ഒരു എലോൺ ടൈം എൻജോയ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് നമ്മളെ സഹായിക്കും. അതൊരു പക്ഷേ ഇങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ അത് ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്താണ് ഇതിന് ഇത്രയും പവർ ഉണ്ട് അല്ലെങ്കിൽ ഇതിന് ഇത്രയും ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ട്രൈ ടു എൻജോയ് യുവർ എലോൺ ടൈം. അഞ്ചാമതായി, ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ല ഇനി നിങ്ങളാണത് നൽകിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും പാലിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം അത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ എന്ന് മാത്രമല്ല, പക്ഷെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ വളരെ പ്രധാനമാണ്. നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അത് അതുപോലെ ചെയ്യുന്ന ആളുകളെയാണ് എല്ലായ്പ്പോഴും എല്ലാ ആളുകൾക്കും ഇഷ്ടം. അതല്ലെങ്കിൽ ഒരു മതിപ്പ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഗുഡ് ഫീലിംഗ് ഒക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതും അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനും സാധിക്കുന്നത് പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന പ്രവൃത്തികൾക്കും തമ്മിലുള്ള ഒരു മാച്ചിങ് ഉണ്ടാകുമ്പോഴാണ്.
സോ നിങ്ങളുടെ വാക്കുകളും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോമിസ് നൽകിയിട്ടുണ്ടെങ്കിലൊക്കെ അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് എപ്പോഴും ഒരു റിലേഷൻഷിപ്പിനെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ തീർച്ചയായും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആയി വർക്കൗട്ട് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പും ഇതുപോലെ തന്നെ സക്സസ്ഫുൾ ആക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്